സംസ്ഥാനത്തെ പോലീസ് നടപടികളെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയത്തിനാണ് 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിലെ രണ്ടാം ദിവസം പ്രധാനമായും സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷത്തിന് മറ്റൊന്നും പറയാനില്ലാത്തതിനാലും വയനാട്ടിലെ ആത്മഹത്യകളും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും കൊടുമ്പിരി കൊള്ളുമ്പോൾ നിൽക്കക്കള്ളിയില്ലാതായതിന്റെ ഫലമായും അവസാനത്തെ അടവായി കൊണ്ടുവന്ന പൂഴിക്കടകനും സ്വന്തം കണ്ണിലേക്ക് തന്നെ വീഴുന്ന കാഴ്ചയായിരുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലുണ്ടായ അതിക്രമത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നു. കുറ്റാരോപിതർക്കെതിരായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചു. ജനങ്ങൾക്ക് നേരെയുള്ള പോലീസ് മർദ്ദനം ഒരു തരത്തിലും LDF സർക്കാർ അംഗീകരിക്കില്ല. അത്തരം ആരോപണങ്ങൾ വന്ന ഘട്ടത്തിലെല്ലാം സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചു. നമ്മുടെ പോലീസിൽ ആരെങ്കിലും കുറ്റം ചെയ്തതായി കണ്ടാൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ സമീപനം. ഇപ്പൊ കണക്കുകൾ നോക്കാം. 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത്. 2023 ഏപ്രിൽ 5-നാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ സുജിത്തിന് മർദ്ദനമേറ്റത്. ആരോപിക്കപ്പെട്ട സംഭവം നടന്നതിന് ശേഷം 5 തവണ നിയമസഭാ സമ്മേളനങ്ങൾ ചേർന്നു. അന്നൊന്നും ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചില്ല. രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി മാത്രമാണ് അടിയന്തര പ്രമേയവുമായി ഇപ്പോൾ വരുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. സുജിത്തിന് മർദ്ദനമേറ്റ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ മുഖ്യമന്ത്രി ഇടപെട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. വിഷയമുണ്ടായി 2.5 വർഷമായിട്ടും എന്തുകൊണ്ടാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ പോയത് എന്നത് പ്രസക്തമായ ചോദ്യമാണ്. രാജ്യത്തെ മികച്ച സേനയായ കേരള പോലീസിനെ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഇകഴ്ത്താനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. 2019 എരുമപ്പെട്ടി പോലീസ് പരിധിയിൽ പൊതുജനങ്ങൾക്ക് സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തും വിധം തുടർച്ചയായി ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാക്കി ഇരുമ്പ് പൈപ്പ്, വാൾ എന്നിവ കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചെന്ന കേസിൽ പ്രതിയാണ് ഈ സുജിത്ത്. ക്ഷേത്ര ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തിയെന്ന കേസിലും ഇയാൾ പ്രതിയാണ്. ഇത്തരത്തിൽ കേസ് ഡയറിയിലുള്ള സുജിത്ത് പോലീസിന്റെ കൃത്യനിർവഹണത്തിൽ ഇടപെട്ടതിനെ തുടർന്നാണ് പിന്നീടുണ്ടായ സംഭവങ്ങൾ. എന്നാൽ പോലീസ് സ്റ്റേഷനിലുണ്ടായ സംഭവത്തിന്റെ പേരിൽ എന്തുകൊണ്ടാണ് അന്ന് ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താതിരുന്നത്? UDF കാലത്ത് ലോക്കപ്പിലും പൊതുയിടങ്ങളിലും ആളുകളെ മർദ്ദിച്ച പോലീസിന് നേരെ അന്ന് സ്വീകരിച്ച നടപടികളും ഇപ്പോഴത്തെ അന്തരീക്ഷവും വ്യക്തമാണ്. ക്രിമിനൽ കേസുകളിൽപ്പെട്ട നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ LDF സർക്കാർ പിരിച്ചുവിട്ടു. കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. കുറ്റക്കാരായവരെ സസ്പെൻഡ് ചെയ്തു. തെറ്റായ നിലപാടെടുക്കുന്ന പോലീസുകാർക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് അവരെ തിരുത്തുവാൻ ഇടതുപക്ഷ സർക്കാർ എന്നും ജാഗ്രത പുലർത്തി. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് രാഷ്ട്രീയ മുതലെടുപ്പിനായി യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ UDF ഇപ്പോൾ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്.